ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോ മൂന്നാറിലാണുള്ളത്. മൂന്നാറില് ചിന്നക്കനാൽ സൂര്യനെല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് സിൽവർ മൗണ്ട് ഹോളിഡേസ് എന്ന് പറയുന്ന റിസോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോ സൂര്യനെല്ലി ആ റിസോർട്ടിന് പുറത്താണുള്ളത്. അവിടുത്തെ കുറെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അടിപൊളി സ്ഥലമാണ്, നല്ല അടിപൊളി നല്ല വ്യൂ പോയിന്റ് ആണ് ഇവിടെ. ഇവിടെ എന്താ പറയാ, നല്ല നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ്. ഒരുപാട് തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ എന്താ പറയാ, സൂപ്പർ നല്ല തണുപ്പുണ്ട്. എന്താ ഫ്രണ്ട്സ്, ഹായ്. ഓക്കെ, അത് നമ്മുടെ കാർത്തിക്, ക്യാമറമാൻ കാർത്തിക് ഇവിടെ എത്തിയിട്ടുണ്ട്. പറയും എന്താ എന്താ ഇവിടുത്തെ നമ്മുടെ ഇന്നലെ രാത്രി ഇവിടെ സിൽവർ മൗണ്ട് ഹോളിഡേസിൽ താമസിച്ചിട്ട് എന്തൊക്കെയാണ് നിനക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളും എങ്ങനെയുണ്ട്? മൊത്തത്തിൽ അതിന്റെ ഫെസിലിറ്റീസും പറഞ്ഞായി. അടിപൊളി കാലാവസ്ഥയാണ് ഇവിടുത്തെ, ഒന്നും പറയാൻ പറ്റില്ല. അവന് പറയാൻ മടി. ഇതേ ഒരു ഫോട്ടോഗ്രാഫി തകർത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാള് പോസ് ചെയ്യുന്നു. നമുക്ക് നമ്മുടെ താമസിച്ച റിസോർട്ടിലേക്ക് ഒന്ന് പോയി നോക്കിയേക്കാം. അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളും എങ്ങനെയുണ്ടായിരുന്നു നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇതാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ സിൽവർ മൗണ്ട് ഹോളിഡേസ് റിസോർട്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കി നോക്കാം. അത് നല്ല വ്യൂ പോയിന്റ് ആണ്. നമ്മൾ വന്ന വണ്ടിയാണ്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ സുനിലേട്ടൻ, ഹായ്. നമ്മൾ ഉള്ളിലേക്ക് പോകുന്നു. ഇതൊരു വീടാണ് കേട്ടോ, ശരിക്കും സത്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു വീടാണ്. ഇവിടെ ട്രീ ഹൗസ് ഉണ്ട്. ഇത് മുകളിൽ കാണുന്നത് വഴി പോകുന്നത് നമ്മുടെ ട്രീ ഹൗസിലേക്കാണ്. നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ, ഹായ് ആഷിഖ്. ഉള്ളിലേക്ക് കിടക്കുന്നു, സ്റ്റെപ്പ് കയറുന്നു. ചെറിയൊരു വരാന്ത, ഒരു ബാൽക്കണി പോലെ. നമ്മുടെ എലിഫൻസ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ട്രീ ഹൗസിലേക്കുള്ള വഴിയാണ്. അപ്പൊ അവിടെ വേറൊരു ഫാമിലി താമസിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പോയി നോക്കാം. അധികാണ്ട് പോകണ്ട, നമുക്കെന്തെങ്കിലും പുറമേ നിന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രീ ഹൗസ്. നല്ല അടിപൊളി ട്രീ ഹൗസ് ആണ്. ഉള്ളിലേക്ക് നമ്മൾ കയറിയിട്ടില്ല. നമുക്ക് അവിടെ കസ്റ്റമേഴ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഉള്ളിലേക്ക് കയറാനുള്ളൊരു ഇതില്ല. ഇതാണ് ഇവിടെ 2 ഹട്ടുകളുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 2 ട്രീ ഹൗസ്. ഇവിടെ 2 ഹട്ടുകളാണ്. അവിടെ ഒരെണ്ണം, അങ്ങനെ 2. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടില്ലേ? നമുക്കിനി പുറത്തേക്ക് പോവാം. നമുക്ക് ഉള്ളിലേക്ക് പോവാം. നമ്മുടെ റൂമുകളൊക്കെ കാണാം. തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഇവിടെ ഒരു പ്രത്യേക ഫീലാണ്. മുകളിൽ അടിയുന്നൊക്കെ ഏലത്തോട്ടങ്ങളും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ കൃഷികള്. അതേപോലെ തന്നെ മാതളം, ഏലം, അങ്ങനെ പേരക്ക ഉണ്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ റൂമിലോട്ട് പോവാം.
ഇതാണ് നല്ല രസമല്ലേ കാണാൻ. നമ്മുടെ തിരിച്ച് നമ്മളിവിടെ എത്തി. നമുക്ക് എന്ത് രസമായി പൂവുകൾ കാണാൻ. രസമുണ്ട് കേട്ടോ. നമ്മളെ ഈ നെറ്റിലൊക്കെ കാണില്ലേ ചെറി ബ്ലോസം എന്നൊക്കെ പറയുന്ന പോലെ നല്ല രസമായിട്ടൊരു പൂവാണ്. നമ്മളിത് ഉള്ളിലേക്ക് പോകുന്നു, നമ്മുടെ റൂമുകളിലേക്ക് ഇതേ പോകുന്നു. നമ്മുടെ റൂമിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് മറ്റൊരു റൂമാണ്, ഇത് നമ്മൾ കിടന്ന റൂമാണ്. ഫ്രണ്ട്സിന്റെ കയ്യിലേക്ക് നമ്മളെ ഇന്നലെ രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ട് കിടന്നതുകൊണ്ട് ആരും രാവിലെ എണീറ്റിട്ടില്ല. എല്ലാവരും എല്ലാ ചുറ്റും ഉറക്കമാണ്. ഇത് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ പോയിന്റ് ആണ്. ഇത് കാണുന്നു നല്ല ഫുള്ള് ഇപ്പൊ കോട കേറിയിട്ട് വ്യൂ പോയിന്റ് മറച്ചിട്ടുണ്ട്. ഇത് കാണുന്നതാണ്. നല്ല രസമുള്ള സ്ഥലം, കുഴപ്പമില്ല, നല്ല അടിപൊളി സ്ഥലമാണ്. നമുക്ക് ഇനി മുകളിലുണ്ട്. ഇതിന്റെ ടെറസിലായിട്ട് കയറി നോക്കാം. അവിടെയുണ്ട് 2-3 റൂംസ്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കിടക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ സൂര്യനെല്ലി. മൂന്നാറിന്ന് ചിന്നക്കനാൽ, അത് കഴിഞ്ഞ് സൂര്യനെല്ലി യിലാണ് ഈ റിസോർട്ട് നിൽക്കുന്നത്. നല്ല കുഴപ്പമില്ലാത്ത തിരക്കില്ലാത്തൊരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ നല്ല വ്യൂ പോയിന്റ് ഉണ്ട്. രാവിലെ എണീറ്റ് നല്ല അവർക്ക് നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ പോയിന്റാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല സ്ഥലമാണ് കേട്ടോ, അടിപൊളി സ്ഥലമാണ്. ഇനിയിപ്പോൾ നമുക്ക് മൂന്നാറിന്റെ മറ്റു കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. അതുവരെ കുളിച്ചിട്ടില്ല, കുളിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റു കാഴ്ചകളിലേക്ക് പോവാം. ഇപ്പോൾ ഒന്ന് ചെറിയ ബ്രേക്ക്. ഓക്കെ, തരാം.